ഒരുത്തനോട് കുറച്ച് കടം വാങ്ങും, എന്നിട്ട് ആ കടം എനിക്ക് തരാനുള്ളവന് മറ്റോന് മുട്ടിച്ചു കൊടുക്കും, എന്നിട്ട് ഓനോട് പറയും ഇവനോട് വാങ്ങിക്കോന്ന്. അവനും ഇവനും തമ്മിൽ ബന്ധം ഉണ്ടാവൂല. പിന്നെ ഓൻ എന്റെ പിന്നാലെ നടക്കണം. ഓൻ പിന്നെ എന്റെ അടുത്ത് വരുമ്പോ ഞാൻ പറയും പകുതി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആളെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിക്കുക. എനിക്ക് ചോദിച്ച് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറൊരുത്തനോട് വാങ്ങി ഇവിടെ കൊടുത്താൽ മതി എന്ന് പറയാ, ഈ ഓന് കൊടുത്താൽ മതി എന്ന് പറയാ. അവസാനം കടത്തിനൊരു തുമ്പും പാലും ഇല്ലാണ്ടാക്കി കുറെ ആളുകൾ ഇതിന്റെ ഇടക്ക് കൊടന്ന് ബുദ്ധിമുട്ടിക്കുക. അതേ രീതിയിൽ തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ആ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിയവൻ കാരണം അന്വേഷിക്കുമ്പോ അതിനുവേണ്ടി അയാളോട് തട്ടി കയറുക. ഏതെങ്കിലും ഒരു സാധനം നമ്മളെ വിശ്വസിച്ച് കടം തന്നു, ഓൻ ആ കടം ചോദിക്കുമ്പോഴേക്ക് ഞമ്മക്ക് ഓനോട് ചൊടിയാ. ചില ആൾക്കാരെന്താ ചൊടിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാ കടം ചോദിച്ചാന്ന്, കടം തന്നോ ചോദിച്ചാന്ന് എന്നുള്ള കാരണത്തിന്റെ പേരിലാ. അളവ് നിശ്ചയിച്ച് സമയം നിശ്ചയിച്ച കടം തന്നതെങ്കിൽ ആ സമയത്തിന് വീട്ടുക എന്നുള്ളതൊരു മുഅ്മിനിന്റെ ബാധ്യതയാ. അത് വീട്ടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താറിയോ, ഏറ്റവും നല്ല നിലക്ക് നിങ്ങൾ കൊടുക്കണം, ഏറ്റവും നല്ല നിലക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. അതാ ഇസ്ലാമിന്റെ ചരിത്രവും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാലഘട്ടത്തിൽ ഒരാള് തിരുദൂതൻ ഒരാളോട് ഒരു കുതിരയെ വാങ്ങിയിരുന്നു. ആ കുതിരയെ വാങ്ങിയ തിരുദൂതൻ, ഒട്ടകത്തെ വാങ്ങിയ തിരുദൂതൻ ഒരു വ്യക്തി വന്ന് റസൂലുള്ളാന്റെ അരികിൽ വന്നിട്ട് ഒരിക്കൽ പറഞ്ഞു, നബിയെ നിങ്ങൾ എന്നോടൊരു ഒട്ടകത്തിനെ വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് യത്തഖാല്ലാഹു അതെനിക്ക് വീട്ടണം. നിങ്ങൾ എന്നോട് ഒരു ചെറിയ ഒട്ടകത്തിനെയാ വാങ്ങിയത്, അതെനിക്ക് തിരിച്ചു തരണം. ഫഖാല തിരുദൂതൻ സഹാബാക്കളോട് തിരിച്ചു പറഞ്ഞു, ഔതൂഹു ഫതലബു സിന്നഹു ഫലം യജിദു ലഹു ഇല്ലാ സിന്നൻ ഫൗഖഹ. തിരുദൂതൻ സഹാബാക്കളോട് പറഞ്ഞു, നിന്റെ ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ ആ ഒരു ഒട്ടകത്തങ്ങൾ അവന് തിരിച്ചു കൊടുക്കണം. സഹാബാക്കൾ ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ ചെന്ന് തെരഞ്ഞു നോക്കിയിട്ട് വന്നു, റസൂലേ നിങ്ങൾ പറഞ്ഞ ആ വയസ്സുള്ള ഒട്ടകം ആ കൂട്ടത്തിലില്ല, അതിനേക്കാൾ മുന്തിയതും അതിനേക്കാൾ കാണാൻ ഭംഗിയുള്ളതുമായ നല്ല മുഴുത്ത ഒട്ടകങ്ങളാ റസൂലേ ഉള്ളത്, എന്ത് ചെയ്യണം? ഫഖാല തിരുദൂതൻ സന്തോഷത്തോടെ തിരിച്ചു പറഞ്ഞു, ഔതൂഹു നിങ്ങൾ അതിലൊന്നിനെ എന്റെ സുഹൃത്തിന് കൊടുക്കണം, ഞാൻ കടം വാങ്ങിയവന് അതിനെ ഒന്നിനെ കൊടുക്കണം. ഫഖാല ഇത് കേട്ട ആ സുഹൃത്ത് തിരിച്ചു പറഞ്ഞു, ഔഫൈതനി വഫല്ലാഹു ബിക. പ്രവാചകരെ താങ്കൾ ഏറ്റവും നല്ല കടം വീട്ടുന്നവനാ, അള്ളാഹു നിങ്ങൾക്ക് ഇനിയും വർദ്ധിപ്പിച്ചു തരട്ടെ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെട്ടു നിൽക്കുന്ന സഹാബാക്കളോട് അള്ളാന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, ഇന്ന ഖിയാറക്കും അഹ്സനുക്കും ഖലാഅൻ, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ വാങ്ങിയ കടം ഏറ്റവും വൃത്തിയായും നല്ല രീതിയിലും വീട്ടുന്നവനാ. അതാണ് ഇസ്ലാമിന്റെ മര്യാദ. അതുകൊണ്ട് കടം ആർക്കെങ്കിലും എവിടെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ട്, ചോദിക്കണം. അതൊരു മനസ്സിന്റെ അറിവില്ലായ്മയായിട്ട് കരുതരുത്. ഞാൻ എന്നോട് ഇങ്ങനെ ഒരു പൈസ വാങ്ങിയിരുന്നു, അതെനിക്ക് ഞാൻ കറക്റ്റ് തിരിച്ചു തന്നിട്ടില്ലേ, എനിക്ക് തന്നതിലൊരു കുറവ് എനിക്ക് തോന്നുന്നുണ്ട്, ഓനത് ചോദിക്കാത്ത